ഇന്നേ ഒരല്പം ചക്കപ്പുട്ട് ഉണ്ടാക്കിയാലോ? നിങ്ങൾ ചക്കപ്പുട്ട് കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളണേ. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ചക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഞാനൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ. ഇതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട്, ഇച്ചിരി വെള്ളത്തിലാണേ കിട്ടുന്നത്. ഇതാ ഞാനൊരു ചീനിച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചീനിച്ചട്ടിയിലോ ചെരുവത്തിൽ ഏതിൽ വേണോ മാറ്റാം, ഒരു പാത്രത്തിലോട്ട്. എന്നിട്ട് ഇതാ ഒരു 3/4 കപ്പ് അരിപ്പൊടി കൂടെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇതാ ഇതിലോട്ട് തട്ടിയിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഞാനൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. കുഴച്ചല്ല, പുട്ടിന് നനച്ച് ഒന്ന് എടുക്കട്ടെ. ഇതാ പിന്നെ വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട. ഈ ചക്കയുടെ നനവിൽ തന്നെ നമുക്ക് ഈ പുട്ടുപൊടി കൂടെ ഇടുമ്പോൾ നല്ലവണ്ണം നമുക്ക് ഇതൊന്ന് നല്ല നനഞ്ഞ് കിട്ടും. പുട്ടിൻ്റെതാ കണ്ടോ, നല്ലവണ്ണം ഇത് നനഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഒരു 2 മിനിറ്റ് നനച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിത് നല്ലവണ്ണം നനഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഒരു പുട്ടുകുറ്റിയിലോട്ട് ഞാനൊന്ന്, സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ അരിപ്പുട്ടോ, ഈ അരിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പും ഉണ്ടാക്കാം. ഞാനിപ്പോൾ അരി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഗോതമ്പും ഇതിന് ഇതേപോലെ തന്നെയാണ്. ഗോതമ്പും നല്ലവണ്ണം നമുക്ക് നനച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാ പുട്ടിൻ്റെതാ നല്ല വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അതാ നല്ല പുട്ടിൻ്റെ മാവ് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാനൊരു പുട്ടുകുറ്റിയിലോട്ട് ഒന്ന് മാറ്റട്ടെ. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ കുറ്റിയിലോട്ടൊന്ന് മാറ്റട്ടെ. ഇതാ ആദ്യം തേങ്ങ ഇങ്ങനെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടുകുറ്റിയിലോട്ട് തേങ്ങ വാരിയിട്ടിട്ട് അടുത്ത നമ്മൾ ഈ പുട്ടിൻ്റെ മാവ് ഇതിലോട്ട് ഇടുവാണേ. അടുത്ത് വീണ്ടും നമ്മൾ തേങ്ങ ഇട്ടിട്ട് പുട്ടിൻ്റെ മാവ് ഇതുപോലെ നമ്മൾ വാരി നിറയ്ക്കുവാണേ. എല്ലാം വാരി നിറയ്ക്കട്ടെ. ഇതാ കുറ്റിയിൽ പുട്ടൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി അടച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കുക്കറിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വയ്ക്കട്ടെ. ഇതാ അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ അങ്ങനെ നമ്മുടെ ചക്കപ്പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാവേ. ഇതാ അങ്ങനെ നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ. നല്ല സോഫ്റ്റ് പുട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് വേറെ കറി ഒന്നും വേണ്ട. ഇതാ 2 പപ്പടവും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം മതി കറിയായിട്ട്. പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ചക്ക അല്പം കൂടുതലിട്ടിട്ട് മാവ് അല്പം കുറച്ചിട്ടിട്ട് ഉണ്ടാക്കിയാലും ഇത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ്. ചക്ക നമ്മൾ അവിച്ചും കറി വെച്ചും ഒക്കെ തിന്നൊന്ന് മടുത്തവർക്ക് ഇങ്ങനെ ഒരു അടിപൊളി ചക്കപ്പുട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.